ഗൗതം, നമ്മുടെ യു.പി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യോഗേന്ദ്ര ഉപാധ്യായ ഒരു വളരെ വിചിത്രമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. കുട്ടികളിൽ ജോണി ജോണി യെസ് പപ്പ, നമ്മുടെ ചെറുപ്പം മുതലേ നമ്മൾ കേട്ടിട്ടുള്ള റൈംസ്, നഴ്സറി റൈംസ്, അതുപോലെ റെയിൻ റെയിൻ ഗോയവേ, ആ റൈംസ് ഒക്കെ പഠിപ്പിക്കുന്നത് കുട്ടികളുടെ എന്താ മൂല്യച്യുതിയാണെന്നോ, ലൈക്ക് കള്ളം പറയാൻ പഠിപ്പിക്കലാണ്, അല്ലെങ്കിൽ മഴ എന്ന് പറയുന്ന വിശിഷ്ടമായ ഒരു സാധനത്തിനോട് തിരിച്ചു പോകാൻ പറയുന്ന സംസ്കാരത്തോട് യോജിക്കാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഇത് ഒരു തമാശയായിട്ട് എടുത്ത് തള്ളിക്കളയേണ്ടതാണോ? ഇതിനകത്ത് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് രണ്ടും ചെയ്യാം. തമാശയായിട്ട് തള്ളിക്കളയേണ്ടവർക്ക് തള്ളിക്കളയാം, ഇതിനെ ഗൗരവമായിട്ട് സ്വീകരിക്കേണ്ടവർക്ക് ഗൗരവമായിട്ട് സ്വീകരിക്കുകയും ചെയ്യാം. ഗൗരവമായിട്ട് ഇതിനെ സ്വീകരിക്കുകയാണെങ്കിൽ അതിലൂടെ മനസ്സിലാക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 2022 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് 2047 ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷൻ ആകണം. അങ്ങനെ ഡെവലപ്ഡ് നേഷൻ ആകണമെങ്കിൽ ഇന്ത്യക്കാർ സ്വീകരിക്കേണ്ട 5 പ്ലെഡ്ജസ് ഉണ്ട്, 5 റിസോൾവ്സ് ഉണ്ട്. അതിനെ പഞ്ച് പ്രാൺ എന്നാണ് വിളിക്കുന്നത്. ഈ പഞ്ച് പ്രാണിലെ ഏറ്റവും ആദ്യത്തെ ഒരു പ്ലെഡ്ജ് എന്ന് പറയുന്നത് ബിൽഡിങ് എ ഡെവലപ്ഡ് നേഷൻ, ഒരു വികസിത രാജ്യമായിട്ട് നമ്മളെ വളർത്തുക എന്നുള്ളത്. രണ്ടാമത്തത് നമ്മുടെ റിമൂവിങ് കൊളോണിയൽ മൈൻഡ് സെറ്റ്. മൂന്നാമത്തത് ടേക്കിംഗ് പ്രൈഡ് ഇൻ ഇന്ത്യാസ് ഹെറിറ്റേജ്. നാലാമത്തത് സ്ട്രെങ്തനിങ് യൂണിറ്റി. അഞ്ചാമത്തത് ഫുൾഫില്ലിംഗ് ഡ്യൂട്ടീസ് ആസ് സിറ്റിസൺസ്. ഇതാണ് ഈ 5 പ്രാൺ എന്ന് പറയുന്നത്. ഇത് 5ഉം ചെയ്തെങ്കിൽ മാത്രമേ 2047 ഒരു ഡെവലപ്ഡ് നേഷനായിട്ട് ഇന്ത്യക്ക് വികസിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിൽ രണ്ടാമത്തെ കാര്യം റിമൂവിങ് കൊളോണിയൽ മൈൻഡ് സെറ്റ്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഈ യോഗേന്ദ്ര ഉപാധ്യായയുടെ ഈ കാര്യം വരുന്നത്. അതായത് ഈ ജോണി ജോണി യെസ് പപ്പ, അതേപോലെ തന്നെ റെയിൻ റെയിൻ ഗോയവേ, എനിക്ക് കളിക്കണം, പിന്നെ ഒരു ദിവസം വരൂ, റെയിൻ റെയിൻ ഗോയവേ എന്നാണ് അതിൻ്റെ റൈമിൻ്റെ മീനിങ്. ജോണി ജോണി യെസ് പപ്പ, ഈറ്റിംഗ് ഷുഗർ നോ പപ്പ, ടെല്ലിംഗ് ലൈസ് നോ പപ്പ, ഓപ്പൺ യുവർ മൗത്ത് ഹ ഹ. അങ്ങനെയാണ് ആ റൈം. അപ്പോൾ അതിൽ കള്ളമാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള അതിൻ്റെ ആശയം എന്ന് പറയുന്നത്. കള്ളമാണ്, വായിൽ ഷുഗർ ഇല്ല എന്ന് കള്ളം പറയുന്നു, പക്ഷെ തുറക്കുമ്പോൾ ഷുഗർ ഉണ്ട്. അതൊരു തമാശ രൂപേണ അത് കാണിക്കുന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ട്രഡീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഇന്ത്യയുമായിട്ട് ഈ റൈമിന് യാതൊരു ബന്ധവുമില്ല. ഈ റൈമിന് അല്ല, ഇത് ഞാൻ പറയട്ടെ, അത് ഫോം ചെയ്യുന്നത് അത് ഇംഗ്ലീഷ് ട്രഡീഷനുമായി, ഇംഗ്ലീഷ് കൾച്ചറലി ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഫോറിൻ ലാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റൈമാണത്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തിനാണ് ഒരു ബ്രിട്ടീഷ് ആയിട്ടുള്ള ഒരു കൾച്ചറിനെ പഠിപ്പിക്കേണ്ടത്? അത് പഠിപ്പിക്കേണ്ടത് ഇന്ത്യൻ കൾച്ചറിനെയാണോ ബ്രിട്ടീഷ് കൾച്ചറിനെയാണോ പഠിപ്പിക്കേണ്ടതെന്നൊരു ചോദ്യം പ്രധാനപ്പെട്ടിട്ട് അവിടെ ഉയരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇന്ത്യയിൽ പോലും അത്തരത്തിലുള്ളൊരു സാധനം പഠിപ്പിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള, ബ്രിട്ടീഷ് സ്റ്റൈലായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മളുടേത്. ഇപ്പോൾ ലോർഡ് മെക്കോളി എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം 1835 അദ്ദേഹത്തിൻ്റെ ഈ ഇംഗ്ലീഷ് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്രശസ്തമായിട്ടുള്ള പുസ്തകമുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിലടക്കം അതൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോറിനിലേക്ക് മാറിത്തീരുന്നത്. അല്ലെങ്കിൽ ആരാണ് ലോർഡ് മെക്കോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ഈ ലോർഡ് മെക്കോളി. അദ്ദേഹം അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് ഓഫ് 1835 ഒക്കെ രൂപപ്പെടുന്നത്. അത് രൂപപ്പെട്ടതിന് ശേഷമാണ് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്, ഈ ഗവൺമെൻറ്റിലും ലോയിലും ഒക്കെ ലാംഗ്വേജ് എന്ന് പറയുന്നത് നേരത്തെ സാൻസ്ക്രിറ്റും പേർഷ്യനൊക്കെ ആയിരുന്നു. ഇദ്ദേഹമാണ് പിന്നീട് അതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നത്. അപ്പം ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ത്യക്കാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നോളജ് സിസ്റ്റം, ലിറ്ററേച്ചർ, അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള സയൻസ്, ഇതിനെയൊക്കെ ഇല്ലാതാക്കണം, അതിനെ മൊത്തത്തിൽ ഫോറിൻ ആക്കിയിട്ട് മാറ്റണം, ഇംഗ്ലീഷ് ആക്കിയിട്ട് മാറ്റണം. ആ ദൗത്യത്തിനാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ കുറേയധികം പ്രസിദ്ധമായിട്ടുള്ള വാക്കുകളുണ്ട്. ഇന്ത്യക്കാരെ നമുക്ക് നമ്മുടെ ചൊൽപ്പടിയിൽ നിർത്താം, നമ്മുടെ കൃത്യമായിട്ട് അവരെ നമ്മുടെ സ്ലേവ്സ് ആക്കി മാറ്റാം. ഒറ്റ കാര്യം ചെയ്താൽ മതി, അവർക്ക് അവരുടേതായിട്ട് യാതൊരു ഐഡൻറ്റിറ്റിയും ഇല്ല,
അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സംസ്കാരമില്ല. അങ്ങനെ എന്തെങ്കിലും സംസ്കാരം ഉണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. ഒരു ഇൻഫീരിയോറിറ്റി, അപഹർഷതാബോധം ഇന്ത്യൻ മനസ്സുകളിൽ വിട്ടുകൊടുക്കുക. ഫോറിൻ ആയിട്ടുള്ള, ഇംഗ്ലീഷ് ആയിട്ടുള്ള സായിപ്പിൻ്റെതാണ് എല്ലാം നല്ലത് എന്ന് പറയുന്ന ഒരു ബോധം അവരിൽ ഉണ്ടാക്കുക. ഇങ്ങനെയാണെങ്കിൽ, ഇങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർ ട്രൂലി ഒരു ഡോമിനേറ്റഡ് നേഷൻ ആക്കിയിട്ട് ഇന്ത്യയെ മാറ്റാൻ പറ്റും എന്ന കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടി വന്നൊരാളാണ് ഈ ലോർഡ് മെക്കോളി എന്ന് പറയുന്നത്. അത് അദ്ദേഹം കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ചെയ്തു. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള റൈമുകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ യോഗേന്ദ്ര ഉപാധ്യായ ഇത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അദ്ദേഹം BJP-കാരനാണ്. അവരുടെ കൃത്യമായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് ഈ ലോർഡ് മെക്കോളിയുടെ ഈ കൊളോണിയൽ മൈൻഡ് സെറ്റ് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം റേസ് കോഴ്സ് എന്ന് പറയുന്ന ഡൽഹിയിലെ റോഡിൻ്റെ പേര് മാറി അത് ലോക് കല്യാൺ മാർഗമാകുന്നു 2018. അതോടൊപ്പം തന്നെ ഇന്ത്യ ഗേറ്റിൽ ഏതൊരു സായിപ്പിൻ്റെ സ്റ്റാച്യു ആണ് ഉണ്ടായിരുന്നത്, ഞാൻ പേര് മറന്നുപോയി. അവിടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്റ്റാച്യു വരുന്നു. അതേപോലെ തന്നെ പല സ്ഥലങ്ങളുടെ ഈ മുസ്ലിം പേരുകൾ, മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പേരുകൾ മാറി പുതിയ പേരുകൾ വരുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറുന്നു. ഇങ്ങനെയുള്ള നമ്മുടെ കൊളോണിയൽ മൈൻഡ് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ആത്മവിശ്വാസവും ആത്മനിർഭരതയും ഉണ്ടാകുള്ളൂ എന്നാണ് ഈ സർക്കാർ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കാര്യം വരുന്നത്. ഗൗതം ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ട് ഇദ്ദേഹം യോഗേന്ദ്ര ഉപാധ്യായ പറയുന്നത് ഈ കൊളോണിയൽ സംസ്കാരം എടുത്തു മാറ്റണം എന്നാണോ, ഇംഗ്ലീഷ് ഭാഷ ബഹിഷ്കരിക്കണം എന്നാണോ? എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ഭാഷയോടായിരിക്കണം അദ്ദേഹത്തിന്റെ വെറുപ്പ് എന്ന് തോന്നുന്നു. ഈ ജോണി എസ് പപ്പയാണെങ്കിലും ഇപ്പുറത്തെ റെയിൻ ഗോയവേ ആണെങ്കിലും ഇതൊക്കെ കളവ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുന്നത് സംസ്കാരത്തെ ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് വർഗീയത കുത്തിക്കയറ്റുന്ന പോലെ ആവില്ലേ എന്ന് വെച്ചാൽ, ഇന്ത്യൻ സംസ്കാരത്തിൽ തന്നെ നമ്മൾ കള്ളകൃഷ്ണന്റെ പേര് പറഞ്ഞു കേട്ട്, അല്ലെങ്കിൽ കൃഷ്ണനെ നമ്മൾ അത്രയും കള്ളക്കണ്ണൻ എന്ന് വിളിക്കുന്നത് അമ്മമാരും നമ്മൾ ഒരുപാട് സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ പറയുന്ന ഒരു ഭാഷയാണ്. എന്ന് വെച്ചാൽ കൃഷ്ണൻ മോഷ്ടാവാണെന്നല്ല നമ്മൾ പറയുന്നത്. ആ കള്ളക്കണ്ണന്റെ ഒരുപാട് കളികൾ കേട്ട് വളർന്നു വരുന്ന ആളുകളാണ് അവരൊക്കെ. നമ്മൾ എത്രയും ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരാളാണ് കൃഷ്ണൻ. അപ്പൊ ആ കൃഷ്ണന്റെ കഥകൾ അല്ലെങ്കിൽ മഹാഭാരതത്തിലും രാമായണത്തിലൊക്കെ എടുത്ത് നോക്കി ഒരുപാട് ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം നിരോധിക്കണം എന്നുള്ളതാണോ പറയുന്നത്? ഇപ്പം ഇദ്ദേഹം പറയുന്നത് ഇതാണ്, ജോണി എസ് പപ്പ, റെയിൻ ഗോയവേ എന്നിവയൊന്നും പഠിപ്പിക്കാൻ പാടില്ല. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പാടില്ല എന്നല്ല, നഴ്സറി ഗാനങ്ങൾ കുട്ടികളിൽ മൂല്യങ്ങൾ ഇല്ലാതാക്കുന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന ഈ മൂല്യം എന്ന് പറയുന്നത്, ഇപ്പൊ റെയിൻ ഗോയവേ എന്ന് പറയുന്ന സംഗതി, റെയിൻ എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വിശിഷ്ടമായിട്ടൊരു സംഗതിയാണ്. ഇപ്പം കാർഷികപരമായിട്ടുള്ള കാര്യങ്ങളിലായിക്കോട്ടെ, നമ്മളെ ചൂട് ഉള്ള സമയത്ത് പെട്ടെന്നൊരു റെയിൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ആശ്വാസമാണ്. അപ്പൊ നമുക്ക് റെയിനോട് പോകാൻ പറയുമെന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അതെ, എങ്കിലും ഇദ്ദേഹം പറഞ്ഞ എന്താണ്, സ്വാർത്ഥ താല്പര്യം. റെയിൻ ഗോയവേ, എനിക്ക് കളിക്കണം. ഈ റെയിൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന സാധനമാണ്. എനിക്ക് കളിക്കണം എന്നതുകൊണ്ട് മാത്രം, എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം ഞാൻ റെയിനോട് പറയുന്നത് റെയിൻ ഗോയവേ. നേരെ മറിച്ച് നമുക്ക് ഈ ലിറിക്കിനെ വേണമെങ്കിൽ ഇതേ ട്യൂണിൽ വേണമെങ്കിൽ ഒന്ന് മാറ്റി റീഫ്രേസ് ചെയ്യാം. റെയിൻ ഒരുപാട് പേർക്ക് നല്ലത് ചെയ്യുന്നതാണ് മോനെ, അതുകൊണ്ട് റെയിനോട് ഒരിക്കലും പോകരുത് എന്ന് പറയരുത്. എന്ന് വേണമെങ്കിലും ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്ന് വേണമെങ്കിലും റീഫ്രേസ് ചെയ്യാം. അതേ ട്യൂണിൽ, അതേ താളത്തിൽ ഒക്കെ വേണമെങ്കിൽ റീഫ്രേസ് ചെയ്യാം. അപ്പൊ ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് കുട്ടികളിൽ വളരെ രീതിയിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ അല്ലെങ്കിൽ സ്വാർത്ഥ സംഭവങ്ങൾ രൂപപ്പെടുത്തുന്നു. ഇന്ത്യൻ കളി നടക്കുന്ന ദിവസങ്ങളില്ലേ, അന്ന് നല്ലൊരു മഴ പെയ്തിട്ട് ഇന്ത്യയുടെ കളി അങ്ങ് മാറ്റി വെക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അത് നടക്കാണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ മഴ പെയ്യല്ലേ. അങ്ങനെ നമ്മളുടേതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ പൈതൃകത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ, നമ്മുടെ കല്യാണം നടക്കുന്ന ദിവസം അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്ന ദിവസം ഇന്ന് മഴ പെയ്തില്ലായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സാധാരണ വീട്ടമ്മമാരെടുത്ത് നോക്ക്, ഇന്നൊന്ന് പെയ്യല്ലേ, തുണി ഉണങ്ങി കിട്ടിക്കോട്ടെ, നാളത്തേക്ക് പെയ്തോ എന്ന് പറയുന്ന അമ്മമാരും എല്ലാം സ്വാർത്ഥരാണ്. അപ്പോൾ ഇന്ത്യയുടെ കളി നടക്കുകയാണ്, ഇന്ന് പെയ്യല്ലേ നാളത്തേക്ക് പെയ്തോട്ടെ എന്ന് പറയുന്ന ഇന്ത്യക്കാർ മുഴുവൻ സ്വാർത്ഥരാണ്. അപ്പോൾ ഇത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതിന് കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലാണ് ഈ പറയുന്നത്. അതായത് ഒരു കുട്ടിയെ, നമ്മളിത് വേണ്ടാത്ത അനാവശ്യമായിട്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചിട്ട് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ഇതിൽ കണ്ടെത്താം.
പക്ഷേ ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇത് പറയുന്നത്? എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിലാണ് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിലാണ് പറയുന്നത്. ഒരു കുട്ടിയെ എന്താണ് പഠിപ്പിക്കേണ്ടത് ചെറുപ്പം മുതലേ, ഏത് മൂല്യമാണ് അവനിൽ ഉണ്ടാക്കേണ്ടത്, ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സാധനം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അല്ലാണ്ട് ഇതിൽ നമുക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ നിരത്താം. ഈ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്, ഇപ്പം നമ്മുടെ സംസ്കാരത്തിൽ തന്നെ ഇല്ലേ എങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ, കൃഷ്ണൻ കള്ളങ്ങൾ പറയാറില്ലേ, അതൊക്കെ ഒരു തമാശയല്ലേ, ഒരു ലീലയായിട്ട് കണ്ടൂടെ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഞാൻ പറഞ്ഞ ഇതില് അതായത് BJPയുടെ കേന്ദ്ര സർക്കാരിന്റെ NDAയുടെ അജണ്ടയാണിത്. ആ അജണ്ട എന്ന് പറയുന്നത് അവർ കൃത്യമായിട്ട് അവർക്ക് അജണ്ടയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ അജണ്ട എന്ന് പറയുന്നത് കൊളോണിയൽ മൈൻഡ് സെറ്റ് ഇല്ലാതാക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കാര്യം വരുന്നത്. കൃത്യമായിട്ടുള്ള അജണ്ടയാണ്. ആ അജണ്ട എന്ന് പറയുന്നത് കൊളോണിയൽ മൈൻഡ് സെറ്റ് ഇല്ലാതാക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളുടെ പേര് മാറുന്നു. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം 2022 മോഡി തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള സ്പീച്ചിൽ, ഡെവലപ്ഡ് നേഷനായിട്ട് മാറണമെങ്കിൽ കൊളോണിയൽ മൈൻഡ് സെറ്റ് ഇന്ത്യയുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാവണം. ഇപ്പം നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മദർ ടങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിൽ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ, അതായത് ഒരു കുട്ടി ഏറ്റവും ആദ്യം അവന് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷ എന്ന് പറയുന്നത് എനിക്കാണെങ്കിൽ മലയാളത്തിലാണ്. അപ്പോൾ ആദ്യം മലയാളത്തിൽ പഠിപ്പിക്കണം, തമിഴിൽ പഠിപ്പിക്കണം. ഏറ്റവും ആദ്യം അമ്മയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്നൊരു സംഭവമായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. ഇതിൽ പിന്നെ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ കണ്ടെത്താനൊക്കെ പറ്റും. അല്ല, കണ്ടെത്താൻ പറ്റുന്നതിനപ്പുറത്തേക്ക് ഞാൻ പറയട്ടെ, ഈ ജോണി യെസ് പപ്പ കേട്ട് പഠിക്കുന്ന കുട്ടികൾ കള്ളം പറയാൻ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബഹിരാകാശ ഗവേഷകരാകുമ്പോണോ? അല്ല, പുള്ളി അതിനെപ്പറ്റി പറഞ്ഞില്ല. പുള്ളി രണ്ട് കാര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇങ്ങനത്തെ അതായത് ബേസിക്കലി നമ്മൾ സ്കൂളിലേക്ക് കുഞ്ഞിനെ വിടുമ്പോൾ കുഞ്ഞ് പഠിക്കുന്ന സ്കൂൾ സുരക്ഷിതമാണോ, അവന് വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ അവൻ എങ്ങനെയൊക്കെ വാർത്തെടുക്കാൻ പറ്റും അവനെ, അങ്ങനത്തെ ഒരുപാട് ബേസിക് കാര്യങ്ങൾ നോക്കാനില്ല. അതിന് പകരം ഇത് ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ ഒന്നാണ്. അതായത് നമ്മൾ പഞ്ചസാര ചാലിച്ച് വിഷം കൊടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. പുറമേ കാണുമ്പോൾ ഭയങ്കര സുന്ദരമായിരിക്കും, പഞ്ചസാര മുട്ടായിയിൽ ചാലിച്ചതായിരിക്കും. പക്ഷെ വളരെ സർട്ടിലായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുറേ വിഷാംശങ്ങളായിരിക്കും. അപ്പോൾ പുള്ളി ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ബോധമനസ്സും ഉപബോധ മനസ്സുമായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. കുട്ടിക്ക് ചിലപ്പോൾ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല, പക്ഷെ അവൻ്റെ ഉപബോധ മനസ്സിൽ ഒരുപാട് തരത്തിൽ ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾ ഒരുപക്ഷെ രൂപപ്പെടുത്താം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ അത്രയും സൂക്ഷ്മമായിട്ട് ഒരുപക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടാവുക. ഇതിനെ കളിയാക്കേണ്ടവർക്ക് തീർച്ചയായിട്ടും കളിയാക്കാം. അപ്പോൾ ശശി തരൂരിൻ്റെ തന്നെ വാക്കുകൾ ഞാനൊന്ന് വായിക്കാം. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ശശി തരൂർ പറഞ്ഞിട്ടുള്ളത്, രക്തത്തിലും നിറത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായങ്ങളിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ആളുകളുടെ ഒരു വർഗം വിദ്യാഭ്യാസത്തിൻ്റെ മറവിൽ നിർമ്മിച്ച കൊളോണിയൽ നിയന്ത്രണമായിരുന്നു ഇത്. ഇന്ത്യക്കാരെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ വിലമതിക്കാനും സ്വന്തം ഭൗതിക പാരമ്പര്യങ്ങളെ വില കുറച്ച് കാണാനും പ്രേരിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ തുടർച്ചയായ ആധിപത്യം ഉറപ്പാക്കി, രാഷ്ട്രീയപരമായി മാത്രമല്ല മാനസികമായും. ഐവറി ഓഫ് ത്രോൺസ് എന്ന് പറയുന്ന ശശി തരൂരിൻ്റെ ബുക്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കൊളോണിയൽ മൈൻഡ് സെറ്റ് ഇന്ത്യൻ മനസ്സിനെ പരിപൂർണമായിട്ടും സ്ലേവ്സ് ആക്കി മാറ്റിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായപ്പെട്ടുള്ളൊരു കാര്യമാണ്. ഇത് ബ്രിട്ടീഷ് പാർലമെൻറ്റിലടക്കം അദ്ദേഹം ഈ കാര്യത്തിനെ കുറിച്ചിട്ട് പ്രസംഗിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനെ കാണേണ്ടത് യഥാർത്ഥത്തിൽ ഗൗരവമായിട്ടാണ് ഈ സാധനത്തെ കാണുന്നതെങ്കിൽ ഇതിനിങ്ങനെയാണ് കാണേണ്ടത്. അതല്ലെങ്കിൽ നമുക്കിതിനെ പല രീതിയിൽ കാണാം. ഇതിനെ വർഗീയതയാണെന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യൻ നേവിയുടെ കൊടി, ആ കൊടി ഇതിനടുത്ത് അതിൻ്റെ രൂപം മൊത്തം മാറ്റിയിട്ടുണ്ടായി. അതിൽ ക്രോസ് ആയിരുന്നു, സെൻറ്റ് ജോർജിൻ്റെ ക്രോസ് ആയിരുന്നു അതിൽ. ആ ക്രോസ് മാറ്റിയിട്ട് പുതിയ രീതിയിൽ അതിനെ കൊണ്ടുവരിക ചെയ്തത്. ആ ക്രോസ് മാറ്റിയത് വർഗീയതയാണോ? ആ ക്രോസ് മാറ്റിയത് വർഗീയതയാണോ എന്നുള്ളതിന് ചെറിയൊരു റൈമിൽ തുടങ്ങിയ ഒരു കഥയാണ് ഈ പറയുന്നത്. ഇതിൽ ഉറപ്പായിട്ടും വർഗീയത ഉണ്ട് ഗൗതം. ഇതിൽ വർഗീയത ഇല്ലാണ്ട് ഈ കൊളോണിയൽ സംസ്കാരം തുടച്ചു നീക്കാനാണെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് കൊളോണിയൽ സംസ്കാരമാണെന്ന് പറയുന്നു. അപ്പോൾ അവരെയും തുടച്ചു നീക്കണം എന്നാണ് പറയുന്നത്. അല്ല, അതിനെങ്ങനെയാണ് അങ്ങനെ കാണുന്നത് എന്നുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്ന നാടുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള കൾച്ചറൽ ഐഡൻറ്റിറ്റി, ആ ഐഡൻറ്റിറ്റിക്ക് ഹെറിറ്റേജിന് ഇമ്പോർട്ടൻസ് ആണ് ഏത് രാജ്യം കൊടുക്കുക. ഇന്ത്യ മാത്രമല്ല, ഏത് രാജ്യം അവരുടെ കൾച്ചറൽ ഹെറിറ്റേജിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക.
ഇനിയിപ്പോ നിങ്ങൾക്ക് അതായത് കൊടുക്കണ്ടെന്നുള്ളത് ആരും ആ പറയുന്നില്ല. കൾച്ചറൽ അതിന് നിലവിലത്തെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ ഗവൺമെന്റിന്റെ ഒരു അജണ്ട അനുസരിച്ചിട്ട് അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കൾച്ചറൽ എന്ന് പറയുന്ന ഒരു സംഗതിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുന്നത് അതിൽ യാതൊരു തരത്തിലുള്ള വർഗീയതയും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോ ഗൗതം പറഞ്ഞതുപോലെ ഗൗതത്തിന്റെ പോയിന്റുകളൊക്കെ മനസ്സിലാക്കുന്നു. പക്ഷെ ഇത് കുട്ടികളുടെ മനഃശാസ്ത്രത്തെ വെച്ചുകൊണ്ട് ഇങ്ങനെ വളച്ചൊടിക്കുമ്പോൾ ഇത് കുട്ടികളുടെ മനഃശാസ്ത്രമായിട്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. ഇത് രാഷ്ട്രീയ മനഃശാസ്ത്രമായിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ, രാഷ്ട്രീയ തന്ത്രങ്ങളായിട്ടേ തോന്നുന്നുള്ളൂ. അതിനകത്തേക്ക് കൃത്യമായിട്ട് എന്തൊരു അജണ്ടകൾ ഉണ്ടെന്നോ തോന്നിട്ടുള്ളൂ. അല്ല, അജണ്ടയുണ്ട്. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഒരു മടിയുമില്ല അതിൽ പറയുന്നതിൽ. അജണ്ടയുണ്ട്, അജണ്ട കൃത്യമായിട്ടുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത് ആ അജണ്ട എന്ന് ഏത് സർക്കാർ, ഇപ്പോൾ പിണറായി സർക്കാരിനായിക്കോട്ടെ കോൺഗ്രസിനായിക്കോട്ടെ ഏത് ഗവൺമെന്റിനും അവർക്ക് അവരുടേതായ അജണ്ടയുണ്ട്. അത് ആ രാജ്യവുമായി ബന്ധപ്പെട്ടിട്ട് ആ രാജ്യത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ടിട്ട് ആ കൾച്ചറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഏത് രാജ്യത്തിന്റെയും അജണ്ട നിലനിൽക്കുക. എന്താണ്, അല്ലാണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് അമേരിക്കന്റെ കൾച്ചർ കൊണ്ടുവരണം എന്നുള്ള അജണ്ട കീപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അമേരിക്കയ്ക്ക് അങ്ങനെയും പറ്റില്ല. അവരുടെ നാടിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ആ നാടിന്റെ കൾച്ചറിനാണ് ഏത് നാടും ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിലവിൽ ഇന്ത്യ ഇപ്പം ഭയങ്കരമായിട്ട് അതിന് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് പല രീതിയിൽ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളും അഭിപ്രായങ്ങളും ചിന്തകളൊക്കെ രൂപപ്പെടുന്നതെന്നുള്ളതാണ്. അത് പലവർക്കും അസ്വാരസ്യങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുമെങ്കിലും ഈ സർക്കാർ അവരുടെ അജണ്ടയായിട്ട് മുമ്പോട്ട് പോകാം. എന്തായാലും ഒരു നഴ്സറി റൈം കേട്ടത് കൊണ്ട് ഇല്ലാണ്ടാവണതാണ് ഇന്ത്യൻ സംസ്കാരം എന്നൊന്നും തോന്നുന്നില്ല. അല്ല, ഇന്ത്യൻ സംസ്കാരം ഇല്ലാതാവുക എന്നുള്ളതല്ല, ഇന്ത്യനെ കുറിച്ച് ആളുകൾക്ക് എന്താണ്, അതായത് ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്രയോ ദിവസമായി, ഏതാണ്ട് 63 വർഷത്തോളം, 53 വർഷത്തോളാറ്റം കോൺഗ്രസ് ഭരിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ ഏതാണ്ട് 20ഓളം വർഷത്തോളം BJP സർക്കാരും ഭരിച്ചു. ഇപ്പോഴും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇന്ത്യൻ്റെ കൾച്ചറലി ഇന്ത്യൻ്റെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്കറിയില്ല കേട്ടോ, പ്രത്യേകിച്ച് അറിയില്ല. എനിക്ക് ഷേക്സ്പിയറിനെ പറ്റിയിട്ട് അറിയാം. ഷേക്സ്പിയറിനെ പറ്റിയിട്ട് ലോക പ്രശസ്തനായിട്ടുള്ള നാടകകാരനാണ്. പക്ഷെ ഇവിടെ തന്നെ കാളിദാസനെ പോലുള്ള ഒരുപാട് നാടകകാരുണ്ടായിരുന്നു. ഇന്ത്യസ് ഷേക്സ്പിയർ എന്നാണ് കാളിദാസനെ വിളിക്കുക. എനിക്കറിയാൻ പാടില്ല എന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ അറിയാമെന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതാണെന്ന് എനിക്കറിയാൻ പാടില്ല. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന നമ്മുടെ എന്താണ് കേരളത്തിൻ്റെ ഒരു ഏറ്റവും വലിയ മതേതര ശില്പിയാണ് ശ്രീനാരായണ ഗുരു. ഒരുപാട് രചനകൾ ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല. നവോത്ഥാന നായകനാണ്. എനിക്കറിയാൻ പാടില്ല. അങ്ങനെയുള്ള എത്ര പേർക്ക്, അതായത് നമ്മളെ ഞാൻ പറയട്ടെ, നമ്മളെ ജെൻസി ആയിട്ടുള്ള എത്ര പേരെടുത്ത് നിങ്ങളൊന്ന് പോയിട്ട് പബ്ലിക് ഒപ്പീനിയൻ എടുക്കും ഈ നാട്ടിലെ കൾച്ചറിനെ കുറിച്ചിട്ട്. അല്ല, ഞാൻ പറയട്ടെ, അത് ആരും എന്തുകൊണ്ട് അറിയില്ല എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ട് അറിയില്ല? അത് ഈ കൊളോണിയൽ മൈൻഡ് സെറ്റ്, അടിമത്വം, നമ്മുടെ പല രീതിയിൽ പല സിസ്റ്റത്തിൽ ഇപ്പോഴും നിയമത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ പല അഡ്മിനിസ്ട്രേറ്റീവ് കാര്യത്തിലായിക്കോട്ടെ ഇതിലൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ കൾച്ചറലി നമുക്ക് എന്തെങ്കിലും അഭിമാനം വേണം അല്ലെങ്കിൽ എന്തെങ്കിലും പാരമ്പര്യത്തിൽ അഭിമാനം ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ അത് വർഗീയവാദിയാണ് എന്നൊക്കെ പറയുന്ന ഒരു തരം സ്ഥാനത്തിലേക്ക് അത് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് അറിയാത്തത്. എത്രത്തോളം സംസ്കാരങ്ങൾ അല്ലെങ്കിൽ എത്ര ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവർ ഒരുപോലെ കഴിയുന്ന നാടാണ് ഇന്ത്യ. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മളെ അവരിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കി നിർത്തുന്ന ഒരു കാര്യം. അങ്ങനെ ഉൾക്കൊള്ളുന്നവർക്ക് പിന്നെ ഈ കൊളോണിയൽ മാറ്റണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, ഇംഗ്ലീഷ് ഭാഷയെ തുടച്ചു നീക്കണം, അങ്ങനത്തെ ഒരു പ്രത്യേക അജണ്ടയായിട്ട് പോകേണ്ടതിന്റെ കാര്യം അത് ഈ നഴ്സറി റൈമുകളിലേക്ക് കുത്തിക്കടത്തുന്നതിനോടാ താല്പര്യമില്ലാത്തത്. അജണ്ടകൾ അവർ നടപ്പാക്കട്ടെ, പക്ഷെ കൊച്ചുകുട്ടികളുടെ പുസ്തകത്തിൽ പോലും ഇത്രയും വലിയ വലിയ അർത്ഥങ്ങൾ കണ്ടുപിടിക്കുന്നതിനോട് എന്തുകൊണ്ട് താല്പര്യം തോന്നുന്നില്ല? ഋഗ്വേദം എന്ന് പറയുന്ന ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വിശിഷ്ടം അത് തന്നെയാണ്. ഇന്ത്യയുടെ ഒരു ജനാധിപത്യവുമായി ബന്ധപ്പെട്ടിട്ട് അത്രയും നിലനിൽക്കുന്ന അത്രയും സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ലെറ്റ് നോബിൾ തോട്ട്സ് കം ടു അസ് ഫ്രം ഓൾ ദി ഡയറക്ഷൻസ് എന്നാണ് പറയുന്നത്. അതായത് വിശിഷ്ടമായ ചിന്തകൾ ലോകത്തിന്റെ എല്ലാ ദിക്കുകളിൽ നിന്നും നമ്മളിലേക്ക് വന്നെത്തട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അത്രമാത്രം ജനാധിപത്യപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് അതെന്ന് പറയുന്നത്. അത് മറ്റ് സ്ഥലങ്ങളിൽ എവിടെയില്ല. അല്ല, അതെ, അതിൽ പ്രൗഡാവുകയാണ് വേണ്ടത്. പക്ഷെ അതിൽ പ്രൗഡാവുന്നതൊപ്പം തന്നെ നമ്മളുടെ കൾച്ചറിനെ കുറിച്ചുള്ള അറിവ് അത് നമ്മൾ മറന്നു പോകരുത് എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് ഫോറിൻ ആയിട്ടുള്ള വെസ്റ്റേൺ ആയിട്ടുള്ള എല്ലാത്തിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് ധാരണയുണ്ട്. പക്ഷെ നിങ്ങളുടെ നാട്ടിലുള്ള ആരാണ് കാളിദാസൻ, ആരാണ് കുഞ്ചൻ നമ്പ്യാർ, അല്ലെങ്കിൽ ആരാണ് വള്ളത്തോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബബ്ബെ അടിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം. അപ്പൊ അങ്ങനെ കൊടുക്കണം. അതിന് മാറ്റം വിദ്യാഭ്യാസത്തിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രൂപപ്പെടുന്നതെന്നാണ് എൻ്റെ കേവലമായ അറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നഴ്സറികളുമായി ബന്ധപ്പെട്ടിട്ട്
ഭീകരമായിട്ടുള്ളൊരു ബോംബ് സ്ഫോടനം ഉണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ജോണി ജോണി എസ് പപ്പയും റെയിൻ റെയിൻ ഗോയവയൊക്കെ ഒരു വലിയ ക്രൈമായിട്ട് അത് പാടുന്നത്, അത് പഠിപ്പിക്കുന്നത് ഒരു വലിയ ക്രൈമാണ് എന്നാണല്ലോ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യു പിയിലെ യോഗേന്ദ്ര ഉപാധ്യായ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കാരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഗവൺമെൻറ്റിൻ്റെ അജണ്ട എന്ന് പറയുന്നത് 2047 ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് നേഷനാക്കി മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് പല മേഖലകളിൽ കിടക്കുന്ന ഈ കൊളോണിയൽ അവശിഷ്ടങ്ങൾ, അടിമത്തങ്ങൾ, അത് പല കോർണറുകൾ സർട്ടിലായിട്ട് പല ഇടങ്ങളിലും ഉണ്ട്. നമ്മുടെ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ പോലും അതുണ്ട്. കാരണം അത് വരുന്നത് മുഴുവൻ ഇംഗ്ലീഷ് ട്രഡീഷനിൽ നിന്നാണ്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ നിന്നാണ്. അത് പൂർണ്ണമായിട്ടും ഇല്ലാതാകണം എന്നാണ് ഈ വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിനെ ട്രോൾ ചെയ്യാം, ഇത് സംഘിത്തലയിൽ നിന്ന്, ചാണകബുദ്ധിയിൽ നിന്ന് ഉദിക്കുന്ന ചിന്തകളാണെന്ന് പറഞ്ഞിട്ട് വിമർശിക്കാം, ഒക്കെ ചെയ്യാം. എങ്കിലും ഇതാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിന് പിന്നിലുള്ള കൃത്യമായിട്ടുള്ള അജണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള ബോംബ് സ്ഫോടനങ്ങൾ പല സ്ഥലങ്ങളിൽ ഇനിയും രൂപപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്.